ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ചുക്ക് കാപ്പിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ചുക്ക് കാപ്പി മാത്രമല്ല, അതുണ്ടാക്കുന്നതിനുള്ള ഒരു ചുക്ക് കാപ്പി പൊടിയും കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ ചുക്ക് കാപ്പി കഴിക്കുന്നത് വളരെയേറെ ഗുണങ്ങളാണ് നമുക്കിപ്പോൾ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒത്തിരിയേറെ രോഗപ്രതിരോധ ശക്തിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്താണ് നമ്മളിവിടെ ചുക്ക് കാപ്പി പൊടി തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ നമുക്ക് വരുന്ന പനി, ചുമ, അതുപോലെ തൊണ്ടവേദന, തലവേദന, അതിൻ്റെ വയറിൻ്റെ അസ്വസ്ഥതകൾ, ഇതെല്ലാം നമുക്ക് മാറാനായിട്ട് ഈ ചുക്ക് കാപ്പി വളരെ നല്ലതാണ്. ഈ കാപ്പി ഡെയിലി നമ്മൾ കഴിച്ചാൽ നമുക്കൊരു പ്രത്യേക ഒരു ഉണർവും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാപ്പിക്കുള്ള പൊടി ആദ്യം തയ്യാറാക്കാം. ഇവിടെ ഞാൻ ഒരു 3-4 കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. ചുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്മ്യൂണിറ്റി പവർ നൽകുന്ന ഒരു മെയിൻ സാധനമാണ്. പിന്നെ ഒരു 2 സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1.5 സ്പൂൺ ഉലുവ, ഒരു 10 കരയാമ്പൂ, അതുപോലെ തന്നെ ഒരു 10 ഏലക്ക. ഇത് ഞാനിപ്പോൾ ഒരു 100 ഗ്രാം കാപ്പിപ്പൊടിക്കുള്ള, ചുക്ക് കാപ്പിപ്പൊടിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം അളവ് കൂട്ടിയാൽ മതി. ഇനി നമുക്ക് ഒരു 3 സ്പൂൺ ചെറിയ ജീരകം എടുക്കാം. പിന്നെ ഒരു 3-4 സ്പൂൺ കാപ്പിപ്പൊടി. അത് നമ്മൾ ഗ്രൂപ്പ് ബോണ്ട് അങ്ങനെ ഏത് കാപ്പിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇത് ഞങ്ങളിപ്പോൾ കാപ്പിക്കുരു വറുത്ത് പൊടിച്ച പൊടിയാണിത്, വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ്. ഇനി നമുക്ക് ഒരു 1 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ മല്ലി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഇതെൻ്റെ കയ്യിലിപ്പോൾ മല്ലി ഇല്ലാത്ത കാരണം മാത്രമാണ് ഞാൻ പൊടി എടുത്തിരിക്കുന്നത്. മല്ലിയാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ആദ്യം തന്നെ കരയാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കാരണം ഇതിനൊക്കെ ഒരു ഈർപ്പം ഉണ്ടാവും നമ്മൾ എടുത്ത് വെച്ച് കഴിയുമ്പോൾ. അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രമാണത്. കാരണം നമുക്ക് കാപ്പിപ്പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇരിക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് മാത്രം ചൂടാക്കുന്നതാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുക്ക് വെറുതെ ഒന്ന് ചതച്ച് കൊടുക്കുക. ചതച്ചിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. അതൊക്കെ എന്തെങ്കിലും ചപ്പാത്തിക്കോലോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കനമുള്ള സാധനം വെച്ചൊന്ന് ചതച്ചെടുക്കാൻ മതി. ഇട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക, കൈ കൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് ചൂടാക്കാം. ഇതെല്ലാം ആയിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, കാരണം പെട്ടെന്ന് ജീരകം കരിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിടുക. നമുക്കിതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒരു ഈർപ്പൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് ചൂടാക്കണേ. ഇങ്ങനെ ചൂടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ചൂടാക്കിയാലും മതി. പക്ഷേ ടേസ്റ്റ് എപ്പോഴും ഇതുപോലെ നമ്മൾ വറുത്തെടുക്കേണ്ടതാണ്. കാപ്പി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെ വറുത്തെടുത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇടുമ്പോൾ നമ്മൾ ഈ പാൻ സ്റ്റൗവിൽ നിന്ന് ഇറക്കി താഴെ വയ്ക്കണം. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാം. ആ ചട്ടിയുടെ ആ ചൂട് കൊണ്ട് മാത്രം ഒന്ന് മല്ലിപ്പൊടി ചൂടായി കിട്ടിയാൽ മതി. മല്ലിയാണെങ്കിൽ നേരത്തെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉലുവയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ, ഉലുവ ഇടുന്നതിന് മുന്നേ നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. മുഴുവൻ മല്ലിയാണെങ്കിൽ. പൊടിയായതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ കാപ്പി ചായയും കുടിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാപ്പിപ്പൊടി ഇടുമ്പോൾ വേണമെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് കയറ്റി വയ്ക്കാം. കാരണം കാപ്പിപ്പൊടി ഇത്തിരി ചൂട് കൂടുതലായാലും പ്രശ്നമില്ല. പിന്നെന്താണെങ്കിൽ കരിഞ്ഞു പോവാതെ നോക്കണം. നമ്മൾ ഇത് അടുപ്പത്തിട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പണിക്കൊന്നും പോകരുത്. ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ ചുക്ക് കാപ്പിയുടെ പൊടിയൊക്കെ നന്നായി വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കണം. ആ സമയം നമുക്കൊരു പാത്രത്തിൽ ഒരു 5 ഗ്ലാസ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ആടലോടത്തിൻ്റെ ഇല ഇടുക. പിന്നെ അതുപോലെ തന്നെ 3-4 പേരയുടെ കൂമ്പിടുക. പിന്നെ കുറച്ച് തുളസിയിലിടുക. ഇതെല്ലാം വെച്ച് നന്നായി മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഈ വറുത്തെടുത്തതെല്ലാം നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കാപ്പിക്കുള്ള വെള്ളം വയ്ക്കുമ്പോൾ നമുക്ക് പനിക്കൂർക്കയുടെ ഇല ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ജാറിലിട്ട് പൊടിക്കുമ്പോൾ നമ്മുടെ ഈ മിക്സിയുടെ ജാറിൻ്റെ മൂടിയിലാവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു പേപ്പർ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം.
മുടിയുടെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് അത് എടുക്കാനായിട്ട് പാടായിരിക്കും. പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേണ്ട മൂടി ക്ലീനായി, പേപ്പറിലും പിടിക്കില്ല. ഇപ്പം നല്ലതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം. കാപ്പി കഴിക്കാത്തവർ കാപ്പിപ്പൊടി ഇടണ്ട കേട്ടോ, ബാക്കിയുള്ള മിക്സ് മാത്രം ചേർത്ത് പൊടിച്ചാൽ മതി. ഇനി നമുക്കിതൊരു പേപ്പറിലേക്ക് ഇട്ടൊന്ന് ചൂടാറ്റാൻ വയ്ക്കാം. നല്ലതുപോലെ ചൂടാറിയിട്ട് മാത്രമേ ഇതൊരു കുപ്പിയിലാക്കി വെക്കാൻ പാടുള്ളൂ. ചൂടിൽ വെക്കരുതേ. ചൂടാറാൻ വേണ്ടി നമുക്കൊരു പേപ്പറിൽ ഒന്ന് വിടർത്തിയിടാം. ഇപ്പോൾ നമ്മുടെ ചുക്ക് കാപ്പിപ്പൊടി ചൂടാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 100 ഗ്രാമോളം പൊടിയേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലൊരു കുപ്പി നിറച്ചൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾ തിരിച്ച് കൂടുതൽ എടുത്താൽ മതി, എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആ ഇലകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ എടുത്ത് മാറ്റുകയാണ്. ഇതിലേക്ക് നമുക്ക് ഇതിപ്പോൾ ഒരു 5 ഗ്ലാസ് വെള്ളമാണ്. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ ചുക്ക് കാപ്പിയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചുക്ക് കാപ്പിയുടെ പൊടിയൊക്കെ ശരിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഗൾഫിലൊക്കെ ജോലി ചെയ്യണവരൊക്കെ ആണെങ്കിൽ അവർക്ക് പോകുമ്പോൾ കൊടുത്തു വിടാനോ അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കണവർക്ക് കൊടുത്തു വിടാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ 2 സ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കര ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പീസ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതല്ല പഞ്ചസാര ഇട്ട് കൊടുത്ത് ചെയ്യാം, പക്ഷേ പഞ്ചസാരകളൊക്കെ ടേസ്റ്റും ഗുണവും ശർക്കര ഇടുന്നതാണ്. ചുക്കാപ്പി തിളച്ചിങ്ങ് വന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 2-3 മിനിറ്റ് കിടന്ന് തിളച്ചോട്ടെ കേട്ടോ, എന്നാലേ കറക്റ്റ് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചുക്ക് കാപ്പി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇത് ഉറപ്പായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തൊരുള്ള ഒരു പ്രത്യേക ഒരു ഉണർവ് ഉഷാറൊക്കെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ വയറിൻ്റെ അസ്വസ്ഥതകളും അതുപോലെ വേറെ എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് അതിനൊക്കെ ഒരു ആശ്വാസമാണ് ഇത് കഴിക്കുന്നത്. പനി പിടിച്ച് എണീക്കാൻ പറ്റാതെ കിടക്കണവർ പോലും ഈ ചുക്ക് കാപ്പി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നടക്കാൻ നോക്കും. വളരെയേറെ രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു കാപ്പിയാണിത്. കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് വറുത്ത് പൊടിച്ചിട്ടത് കൊണ്ട് നമുക്ക് അത്രയൊന്നും എരിവ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും നിർബന്ധമായും ചെയ്തിരിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണേ. നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. ബൈ.